ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു മുംബൈ സ്പെഷ്യൽ ഡിഷായ ഫ്രാങ്കിയുമായിട്ടാണ്. അപ്പോൾ ഫ്രാങ്കി ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഈ ഡിഷ് ഉണ്ടാക്കാനായിട്ട് സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സാധനങ്ങൾ മതി. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് സ്മാഷ് ചെയ്തെടുത്ത പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്, 2 മുട്ട, 1 കപ്പ് മൈദ, 1 കപ്പ് ഗോതമ്പ് മാവ്, 1 കപ്പ് ചെറുതായി അരിഞ്ഞെടുത്ത ഉള്ളി, 2 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 കപ്പ് ഗ്രീൻ ചട്നി. ഗ്രീൻ ചട്നീന്റെ റെസിപ്പി മുമ്പത്തെ നമ്മളുടെ വടാപാവിന്റെ വീഡിയോയിലുണ്ട്. കുറച്ച് കൊറിയൻഡർ ലീവ്സ്. ഇത് റെഡ് ചട്നി ഉണ്ടാക്കാനായിട്ടാണ്. 2 ഉള്ളി, കുറച്ച് ചുവന്ന മുളക്, പിന്നെ വെളുത്തുള്ളിയാണ് നമ്മുടെ റെഡ് ചട്നിക്ക് വേണ്ടത്. പിന്നെ 1 ടേബിൾ സ്പൂൺ സിർക്ക, 1 ഗ്ലാസ് വെള്ളം, പിന്നെ കുറച്ച് മസാലപ്പൊടികൾ. മസാലപ്പൊടികൾ നിങ്ങളെ ടേസ്റ്റിനനുസരിച്ച് ഏതൊക്കെയാണ് വേണ്ടത് നോക്കിയിട്ട് എടുക്കാം. ആദ്യം നമുക്ക് റെഡ് ചട്നി എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. അതിനായിട്ട് അടുപ്പത്ത് ഒരു ഫ്രൈ പാൻ വെച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച റെഡ് ചട്നിക്ക് വേണ്ട ചേരുവകൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു ബൗളിലേക്ക് അതിനെ നമുക്ക് മാറ്റാം. ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ടേസ്റ്റിനനുസരിച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് അതേ പാനിലോട്ട് നമുക്ക് സ്റ്റഫിംഗ് ഉണ്ടാക്കാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ഇട്ടെടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അത് ഫ്രൈ ആയി വരുമ്പോൾ നമ്മളുടെ കൊറിയൻഡർ ലീവ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നേരത്തെ എടുത്തു വെച്ച മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി, ഗരം മസാല, ചില്ലി പൗഡർ, പെപ്പർ പൗഡർ, പിന്നെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ്. എന്നിട്ട് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി മിക്സായി വരുമ്പോൾ നമുക്ക് സ്മാഷ് ചെയ്തെടുത്ത പൊട്ടാറ്റോവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ വെജ് ഫ്രാങ്കിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഞാൻ ചിക്കൻ യൂസ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഈ സ്റ്റഫിങ്ങിനെ ഒരു കബാബ് ഷേപ്പിൽ മാറ്റിയെടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കബാബിനെ ഇതിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും കൂടി നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡ് നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി മറ്റേ സൈഡിലേക്ക് മാറ്റിയിടാം. അപ്പോൾ കബാബ് ഇവിടെ നന്നായി ഫ്രൈ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അടുത്തതായി ഒരു കപ്പിലേക്ക് നന്നായി അരിഞ്ഞെടുത്ത 1-2 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സിർക്കയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നെക്സ്റ്റ് ഒരു ബൗൾ എടുത്ത് അതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഗോതമ്പ് മാവ്, മൈദ, പിന്നെ ഉപ്പ്, കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു ഡോ രൂപത്തിലാക്കിയെടുക്കണം. ഇനി അതിനെ ഓരോ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ചപ്പാത്തി പോലെ പരത്തിയെടുക്കാം. ഇത് ചപ്പാത്തി പോലെ തന്നെയാണ്, ഒരു ഡിഫറൻസും ഇല്ല.
ഇനി ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കാം. നിങ്ങളുടെ അടുത്ത് നെയ്യില്ലെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ചപ്പാത്തി ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട് ചൂട് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ എല്ലാ ചപ്പാത്തിയെയും ചെറുതായി ചൂട് ചെയ്തെടുക്കണം. നെക്സ്റ്റ് നമുക്കിവിടെ രണ്ടാമത് ഫ്രൈ ചെയ്തെടുക്കാനുണ്ടത്. അപ്പോൾ ചെറുതായി ചൂട് ചെയ്തെടുത്ത ചപ്പാത്തി ഇതിലോട്ട് ഇട്ടുകൊടുക്കുക. അത് 2 സൈഡും നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ച 2 മുട്ട നന്നായി ബീറ്റ് ചെയ്തിട്ട് ഇതിന് മുകളിലായിട്ട് തേച്ചു കൊടുക്കണം. അപ്പോൾ ഈ ചപ്പാത്തി 2 സൈഡും നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചപ്പാത്തി. ഇനി നമുക്ക് ഫ്രാങ്കി സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചപ്പാത്തി ഒരു പ്ലേറ്റിൽ വെച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കിയ കബാബും കൂടി നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിന് മുകളിൽ നമ്മൾ ഉണ്ടാക്കിയ റെഡ് ചട്നി തേച്ചു കൊടുക്കണം. റെഡ് ചട്നീൻ്റെ മുകളിലായിട്ട് നമ്മളുടെ സിർക്ക മിക്സും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ചെറുതായി അരിഞ്ഞെടുത്ത ഉള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് നമ്മളുടെ ഗ്രീൻ ചട്നിയും കൂടി തേച്ചു കൊടുക്കാം. ഇങ്ങനെ ഓരോ സാധനങ്ങളും ലെയർ ആയിട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫ്രാങ്കി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.